ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലാണല്ലേ പിടി. അപ്പോൾ ഇന്ന് നമുക്ക് രുചികരമായ ഒരു പിടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പിടീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയുടെയും ജീരകത്തിൻ്റെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1.5 തേങ്ങ, ഒരു തേങ്ങയും ഒരു പകുതി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പം അതിലൊരു പകുതി, ഒരു 3/4 തേങ്ങ ചിരകിയത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റെങ്കിലും നമ്മൾ ഇത് മൂടി വെച്ച് തിളപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ തേങ്ങയൊക്കെ വെന്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതുവരെ നമ്മൾ മൂടി വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് തിളച്ച് നമ്മൾ ഓഫ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു ഗ്യാസിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ വേണം നമ്മൾ പൊടിയിലേക്ക് വെള്ളം ചേർക്കാൻ. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ പൊടി എടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ തേങ്ങാപ്പാലിന് എടുത്ത ആ തേങ്ങയുടെ പീരയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ നേരത്തെ തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിക്കണം, മൊത്തം ഒഴിക്കരുത്. നമുക്ക് വേണ്ട വെള്ളം മാത്രമേ എടുക്കാം. ബാലൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. തിളയ്ക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം, എന്നാലാണ് നമ്മളുടെ പിടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ കൈ വെച്ചിട്ട് ചെറിയ ചൂടാറി കഴിയുമ്പോൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ പിടിക്കെടുക്കുന്ന പൊടി എപ്പോഴും കുറച്ച് തരിയുള്ളതാവണം. അപ്പോഴാണ് പിടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഞാൻ എപ്പോഴും ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വലുതോ ചെറുതോ ആക്കി എടുക്കാം. ചെറുതാകുമ്പോൾ കുറച്ചുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, ബോൾസ് ആക്കി എടുക്കാം. ഞാനിതാ കുറച്ചൊരു മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന അതേ പാത്രത്തിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബോൾസിന് ഈ ഒരു വെള്ളം തന്നെ മതിയേ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് തിളപ്പിച്ചാൽ മതി. പക്ഷേ എനിക്ക് ആ വെള്ളം തന്നെ മതിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ച ബോൾസ് അതിൽ ഇട്ട് കൊടുത്തു. ഇനി ഇപ്പോൾ ഇളക്കരുത്. ഇളക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുഴഞ്ഞു പോകും. ജസ്റ്റ് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇങ്ങനെ തിള കയറി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ഉടയത്തൊന്നുമില്ല. നമ്മൾ ബോൾസൊക്കെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരും. ഇപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ 1/4 പാൽ മാത്രം മതി. അത് ഞാൻ മൊത്തത്തിൽ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഗ്ലാസ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. 1/2 ഗ്ലാസ്സിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പോൾ തേങ്ങ എപ്പോഴും പിടിക്ക് കുറച്ച് മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഒത്തിരി തിളയ്ക്കേണ്ട. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി. നമ്മൾ ഒഴിച്ച ആ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിടി കേട്ടോ. നമ്മൾ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായാലും ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ചിക്കൻ കറിയുടെ വീഡിയോ ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1.5 സവോളയും 3 പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സവാള ഒരു പകുതി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളേൻ്റെ ഒക്കെ ഒന്ന് കളറ് ചേഞ്ചായി വരണം.
അപ്പോൾ നമ്മുടെ സവോളയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാനൊരു 3/4 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ ചുവ ടേസ്റ്റ് കയറും. ഇപ്പോൾ പൊടിയുടെ പച്ചച്ചുവ മാറി വന്നപ്പോൾ നല്ലൊരു പഴുത്ത തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ വെള്ളമൊക്കെ വറ്റി തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞാലാണ് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകുമോ അതുപോലെ ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ട് മാത്രമേ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എങ്കിലും നമ്മൾ ഒന്നും കൂടെ കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം സവോള വഴറ്റിയപ്പോൾ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ മസാല ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം തന്നെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. നമ്മുടെ മസാലയിൽ ചിക്കൻ ഒന്ന് പിടിച്ച് ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി അതൊന്ന് ചിക്കൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നല്ല ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ചിക്കൻ ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ പിടിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിടണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. തേങ്ങാപ്പാലിൻ്റെ അളവ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നല്ല കട്ടിയുള്ളൊരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പിടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി തിള കയറരുത്. അപ്പോൾ പിരിഞ്ഞു പോകും. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടായി വരും. ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കണം. അപ്പോഴാണ് ആ ഒരു മണമൊക്കെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് പിടിക്കത്തുള്ളൂ. നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഞാൻ വലിയ പെരുംജീരകമാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കടുകും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഇതവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും റെഡിയാണ്. അപ്പം ഇനി പിടിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.